ഇര രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇവർ നായകളെ ഉപയോഗിച്ച മൃഗത്തെ വളയും. പിന്നീട് തുരുതുര അമ്പെയ്ത് ആ ഇരയെ കീഴ്പ്പെടുത്തും. ആവശ്യത്തിനുള്ള മാംസം ശേഖരിച്ച ശേഷമായിരിക്കും മടക്കം. പുരുഷന്മാർ വേട്ടയാടി കൊണ്ടുവന്ന മൃഗത്തെ സ്ത്രീകൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് പാകം ചെയ്യാൻ ആരംഭിക്കും. കുറച്ചു ഭാഗം നായകൾക്കും നീക്കിവെക്കുന്നു. ഭക്ഷണം പാകമായ ഉടൻ കൂട്ടമായി ഇരുന്ന് കഴിക്കുകയും ചെയ്യും. ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും അപകടകാരികളായ കുരങ്ങ് വർഗമാണ് ബബൂണുകൾ. കൂട്ടമായി സഞ്ചരിക്കുന്ന അവർ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്തേക്ക് മറ്റു ജീവികളെ പ്രവേശിപ്പിക്കില്ല. എന്നാൽ ഈ അപകടകാരികളെ വേട്ടയാടുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം തന്നെ ഹദ്സ ഗോത്ര വിഭാഗക്കാർക്കുണ്ട്. കൂട്ടമായി സഞ്ചരിക്കുന്ന ബബൂണുകളിൽ നിന്ന് വേട്ടയാടാൻ ലക്ഷ്യമിടുന്നതിനെ അവർ ഒറ്റപ്പെടുത്തുന്നു. വലിയ ശബ്ദങ്ങൾ കൊണ്ട് ആ മൃഗത്തെ പരിഭ്രാന്തനാക്കുന്നു. ഏത് സമയം വേണമെങ്കിലും ബബൂണിൽ നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകാം. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇവർ വിഷ അമ്പുകൾ ഉപയോഗിച്ച് അതിനെ കീഴ്പ്പെടുത്തുന്നു. പ്രാചീന മനുഷ്യരെ പോലെ വേട്ടയാടലിലൂടെയും കാട്ടിൽ തിരഞ്ഞും മാത്രം ഭക്ഷണം കണ്ടെത്തുന്ന ഗോത്ര വിഭാഗമാണ് ഹഡ്സാകൾ. ഈ രീതി പിന്തുടരുന്നവരായി ഹഡ്സാകളെ മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. എന്നാൽ ഇതുവരെ ആധുനിക മനുഷ്യർ കണ്ടെത്താത്ത എത്രയോ ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരിക്കാം. സങ്കീർണമായ ജീവിതം നയിക്കുന്നവരാകാം അവർ. ആമസോണിൽ മുതൽ ആൻഡമാനിൽ വരെ അത്തരം ജനസമൂഹങ്ങളെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ച സാഹസികർ. എന്നേക്കുമായി അപ്രത്യക്ഷരായ സംഭവങ്ങളും ധാരാളമുണ്ട്.